രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിളിപ്പിച്ചത്. ജോലിഭാരം കൊണ്ട് ഞാൻ എന്തുമാത്രം ടെൻഷൻ അനുഭവിക്കണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതിൻ്റെ ഇടയില ഈ വീട്ടിലെ പ്രശ്നം കൂടെ. ജോലിഭാരം ജോലി ചെയ്ത് തീർക്കാമെന്നെങ്കിലും പറയാം. പക്ഷേ ഈ വീട്ടിലെ പ്രശ്നം അത് കറക്റ്റ് സമയത്ത് പരിഹരിച്ചാലേ എനിക്ക് എൻ്റെ കുടുംബം കൈവിട്ടു പോകാതെ നോക്കാൻ പറ്റും. മോനെ, ഞാൻ എന്ത് ചെയ്യാനേടാ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാനിവിടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം. എനിക്ക് തല ചായ്ക്കാനൊരു ഇടം തന്നാൽ മതി. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മ. അമ്മയാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് ഇവിടെ കാരണം. ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ. അതിൻ്റെ ഇടയിൽ ഒരു സെന്റിമെന്റ്സിനും സാധനമില്ല. എനിക്ക് എൻ്റെ മനസമാധാനമാണ് മുഖ്യം. എനിക്ക് ആരുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കഞ്ചനെ? ഹരിമോൻ അത്രയും ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടല്ലേ. മോളെ, ആ ബാഗ് എടുത്തോണ്ടോന്നെ. അല്ലേട്ടാ, അമ്മ ഇനിയിപ്പോ എവിടെ പോവാനാ? അല്ല, നിന്റെ അമ്മയല്ലേ പറഞ്ഞത് സിറ്റിയിൽ നല്ലൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ടെന്ന്. അങ്ങോട്ടേക്കാക്കാം. ആ ആ, അത് നല്ലതാ. നല്ലതാ അമ്മേ. അയ്യോ മോളെ, ഇത് അമ്മൂമ്മയുടെ ബാഗാ. അച്ഛമ്മയുടെ ബാഗ് എടുത്തോണ്ട് വാ. ചെല്ലേ. ബാഗൊന്നും മാറിയിട്ടില്ല രേഷ്മയുടെ അമ്മ. ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടത് നിങ്ങളാണ്. അതെങ്ങനെ ശരിയാവുക ഏട്ടാ? ഏട്ടൻ്റെ അമ്മയല്ലേ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ അമ്മ എന്തിനാ പുറത്തു പോകുന്നത്? എൻ്റെ അമ്മ എന്ത് ചെയ്തെന്നാടി നീ പറയണത്? നിന്നെ എല്ലാ ജോലികളിലും അമ്മ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. നിനക്ക് ഇന്ന് വരെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അമ്മ കാരണം ഉണ്ടായിട്ടുണ്ടോ? നീ നിന്റെ അമ്മ ഇവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി എൻ്റെ അമ്മയുടെ ഓരോ കുറ്റവും കുറവും കണ്ടെത്തി എൻ്റെ കാതിലോട്ട് ഓതി തന്നു. നീ എന്ത് വിചാരിച്ചു? ഞാൻ രണ്ട് വഴക്ക് എൻ്റെ അമ്മയെ പറഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ അമ്മയെ ഞാൻ മടുക്കുമെന്ന് വിചാരിച്ചാ? അതോ എന്നെന്നായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് വിചാരിച്ചാ? നിങ്ങൾ അമ്മയും മകൻ തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ എന്ത് ചെയ്ത്? അയ്യോ, ഒന്നും ചെയ്യാതെ തന്നെ ഈ അവസ്ഥ. അപ്പൊ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഓൾഡ് ഏജ് ഹോമിന്റെ നമ്പർ എടുത്ത് വെച്ചേരാ. അളിയൻ മിക്കവാറും നിന്റെ അമ്മ അങ്ങോട്ട് കൊണ്ടാക്കും. അമ്മാതിരി ചെയ്താ വീട്ടിൽ ചെയ്തിട്ട് വന്നിരിക്കണം. എടി, നിനക്കും ഒരു പെൺകുഞ്ഞ് വളർന്നു വരെയില്ലേ? അവൾ ഇതൊക്കെ കണ്ടല്ലേ വളർന്നത്. നാളെ നിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്.